ഏഴാകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് റൂഹുൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായത്തോടെ അല്ലാഹുവിന്റെ ഹബീബിനെ എത്തിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം എന്താ? ഫമിനന്നാസി മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആളുകളോട് അങ്ങ് പറയണം നബിയേ, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിൽ അവരെ കടന്നു വരുമ്പോ, അള്ളാന്റെ പരലോകത്ത് അവരെ എത്തിച്ചേരുമ്പോ, ഒരു പല്ലിമുട്ടായുടെ വലിപ്പത്തിന്, ഒരു കപ്പലണ്ടിയുടെ കടലയുടെ വലിപ്പത്തിന്, ഒരു ഈത്തപ്പനക്കുരുവിന്റെ വലിപ്പത്തിന് അള്ളാഹു പ്രതിഫലം നൽകുന്നതല്ല. അങ്ങ് പറഞ്ഞു കൊടുക്കു നബിയേ, പറഞ്ഞു കൊടുക്കു നബിയേ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാ. സഹോദരിമാരെ, ശാന്തി നഗറിന്റെ നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോ, അതല്ലെങ്കിൽ വയലിന്റെ മജ്‌ലിസുകളിൽ ദുആ ചെയ്യാൻ എഴുതി കൊടുക്കുമ്പോ, അതല്ലെങ്കിൽ പരിശുദ്ധമായ ഹറമുകളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോ, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സമയങ്ങളിൽ പടച്ചവന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ, എന്താ പെങ്ങളെ നിങ്ങൾ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, എന്റെ ഭർത്താവ് വിദേശത്താണ്, നല്ല ശമ്പളം വേണമല്ലാ, ആരോഗ്യം വേണമല്ലാ, അയാളുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ, എനിക്ക് ശരീരത്തിന് സുഖം നൽകണേ അല്ലാ, എന്റെ മക്കൾ ആരുടെ മുന്നിൽ തലചൊറിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലെത്താണ്, നല്ല വിദ്യാഭ്യാസം എന്റെ മക്കൾക്ക് കിട്ടണേ അല്ലാ, കടങ്ങൾ മാറ്റി തരണേ അല്ലാ, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം തരണേ അല്ലാ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, ആവശ്യത്തിന് മഴ തരണേ അല്ലാ, കൃഷിയിടങ്ങളിൽ ആവശ്യമായ നിലയിലുള്ള വിഭവങ്ങൾ തരണേ തമ്പുരാനെ. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ദുനിയാവിനെ പറ്റി റബ്ബിനോട് ചോദിക്കും. കടയിൽ കച്ചവടം തരണേ അല്ലാ, ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിൽ ബറക്കത്ത് തരണേ അല്ലാ. അങ്ങനെയെല്ലാം നമ്മൾ പടച്ചവനോട് ചോദിക്കുമ്പോ ഒരാൾ പോലും ചോദിക്കാൻ ചിലപ്പോ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ടെന്നറിയോ? നല്ല മരണം തരണേ അല്ലാ, ആഖിറത്തിൽ ഉന്നതമായ വിജയം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇങ്ങനെ ചോദിക്കാൻ മറന്നു പോകുന്ന സമൂഹത്തോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറക്കുകയാ. അല്ലാഹു പറയുന്നു, ചില ആളുകളുണ്ട്, അവരാരെന്നറിയോ? യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. അവര് ദുനിയാവിന്റെ സൗകര്യങ്ങൾ മാത്രം അല്ലാഹുവോട് ചോദിക്കുന്നവരാ. ഇതാര് പറയുന്നതാണ്? സഹോദരങ്ങളെ, നമ്മുടെ ദുആകൾ കേൾക്കുന്ന അല്ലാഹ്, നമ്മുടെ ദുആക്ക് ഉത്തരം തരുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ ചാപല്യങ്ങൾ അറിയുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന അല്ലാഹ്. ഈ പടച്ചതമ്പുരാൻ തന്നെ പറയുകയാണ്, എന്റെ ദാസന്മാരെ, നിങ്ങൾ ദുനിയാവ് മാത്രം എന്നോട് ചോദിച്ചാ, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ആഖിറത്തിൽ നിങ്ങൾക്ക് യാതൊരു സൗകര്യങ്ങളും അല്ല തരൂല. ഭീകരമായ, ബീഭത്സമായ, കഠിനമായ, കഠോരമായ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, വക്കീലുമാരില്ലാത്ത കോടതിയാ, സാക്ഷികളും പ്രതികളും വാദികളും മാത്രമുള്ള കോടതിയാ. അവിടെ വക്കീലുമാർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അവിടെ വക്കീലുമാർക്ക് യാതൊരു ഇടപെടലുകൾക്കും കഴിയില്ല. അങ്ങനെയുള്ള റബ്ബിന്റെ മഹ്ശറ വനസഭ, അവിടെ നിങ്ങൾക്ക് വമാ ലഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തരില്ലല്ലോ മിൻ ഖലാഖ്. യാതൊരു വിഹിതവും നിങ്ങൾക്ക് കിട്ടൂല, യാതൊരു വിഹിതവും നിങ്ങൾക്ക് കിട്ടൂല. 4 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ റബ്ബനാ ആതിന എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിൽ കാണാം. 5ാമതൊരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 4 സ്ഥലങ്ങളിലേ ഉള്ളൂ റബ്ബനാ ആതിന എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ ആതിന, ഞങ്ങൾക്ക് നീ നൽകണേ. അതിൽ 4 സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങൾ മാത്രം നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഈ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ല. ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആളുകൾ,
അവർക്ക് വിവരമില്ലായിരുന്നു, ബദുക്കളായിരുന്നു, ബദവികളായിരുന്നു, അയറാബികളായിരുന്നു, ആദിവാസികളായിരുന്നു, വിവരം നന്നേ കുറവുള്ള ആളുകളായിരുന്നു. അവര് പരിശുദ്ധമായ ഹറമിന്റെ മുന്നിലെത്തുമ്പോ അവര് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ, ഞങ്ങൾക്ക് നല്ല കൃഷിയിടങ്ങൾ തരണേ അല്ലാ, നല്ല അല്ലാഹു ഹബീബിലൂടെ ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ദുനിയാവിനെ പറ്റി മാത്രം ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ആഖിറത്തിൽ ഒന്നും കിട്ടൂല. വിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും എന്ത് ചെയ്യരുത് എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെന്ത് ചെയ്യണമെന്ന് കൂടി ഖുർആൻ പറഞ്ഞു. അതാണല്ലോ ഖുർആനിന്റെ പ്രത്യേകത. ഒരിക്കലും വിശുദ്ധ ഖുർആൻ നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരിക്കലും ഇസ്ലാം ഒരു കാര്യം നിരോധിച്ചിട്ടില്ല. ഏതുവരെ? നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയാതെ. ഒരു വഴി അല്ലാഹു തുറന്നു കണ്ടിട്ടുണ്ട്. നിങ്ങൾ പലിശ വാങ്ങരുത്, വിശുദ്ധ ഖുർആൻ. പലിശയിൽ കിട്ടാനുള്ളത് നിങ്ങളും കളഞ്ഞേക്ക്, വാങ്ങരുത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അധ്വാനിച്ച് കച്ചവടം ചെയ്ത് നിങ്ങളുടെ ആ മുതല് നിങ്ങൾ വാങ്ങിച്ചോ, ആ മുതലും കൂടി നിങ്ങൾ ഒരിക്കലും അവന് കൊടുക്കണ്ട, അവന് തരാനുള്ള പലിശ കളഞ്ഞേക്ക്. പകരം അവനോട് പറയണം, ഞാൻ തന്ന 1,00,000 രൂപ 1,10,000 രൂപയല്ലേ നീ എനിക്ക് തരേണ്ടത്, 1000 രൂപ പലിശ വേണ്ട മോനെ, എനിക്ക് ഖുർആൻ എന്നെ അല്ലാഹു പഠിപ്പിച്ചത് പലിശയിൽ കിട്ടാനുള്ളത് വിട്ടുകളയാനാ, അതുകൊണ്ട് എനിക്ക് 1000 വേണ്ട, നീ വാങ്ങിയ മുതല് 1,00,000 രൂപ എനിക്ക് തന്നാ മതി. പലിശ വാങ്ങരുത്, 1000 വാങ്ങരുതെന്ന് പറഞ്ഞ ഖുർആൻ എന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു, മുതൽ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അല്ലാഹു ആരെയും ആക്രമിക്കൂല, അല്ലാഹു ആരെയും ഒരിക്കലും അക്രമകാരികളിൽ പെടുത്തില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യരുത്, ദുനിയാവ് മാത്രം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ ദുആ ഇറക്കുമ്പോൾ അല്ലാഹുവിനെ അറിയാലോ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പാടില്ല. ചോദിക്കുമ്പോ എങ്ങനെ ചോദിക്കണം? തൊട്ടടുത്ത 202-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞു. 201-ാമത്തെ ആയത്തിൽ, ആദ്യം പറഞ്ഞ 200-ാമത്തെ ആയത്താണ്. തൊട്ടടുത്ത ആയത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കൂടി അല്ലാഹു പറഞ്ഞു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു പറയുകയാണ്, വമിൻഹും മൻ യഖൂൽ, എന്നാ ചില ആളുകളുണ്ട്, അവരാരെന്നറിയോ? അവര് പറയുന്നത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സഹോദരിമാരെ, ഈ ദുആ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ചേർത്തു നിർത്തലിന്റെ ഒരു കരുതലിന്റെ ആയത്തായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആയത്താ. ഈ ആയത്തിനെ സംബന്ധിച്ച് ഞാനൊരു അരമണിക്കൂർ പറഞ്ഞോട്ടെ. വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ ആയത്തുണ്ടല്ലോ, ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ അല്ലാ, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിന്റെ ഹസനത്തുകൾ കിട്ടുമ്പോ അല്ലാഹുവേ നിന്നെ മറന്നു പോകാതെ, നിന്നെ ഒരിക്കലും മറന്നു പോകാതെ ജീവിതത്തെ ഏറ്റവും നല്ല ശുദ്ധിയോടെ ജീവിക്കാ റബ്ബേ നീ ഇടയാക്കിയിട്ട് വഖിനാ അദാബന്നാർ, കട്ടിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതാ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ദുആകളിൽ ദുആ ഇല്ലാത്തൊരു ദുആ പാടില്ല. അതിനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ വാക്കിൽ ഞാനൊന്ന് പറയട്ടെ. എന്താണ് ആ ദുആയുടെ പ്രത്യേകത എന്നറിയോ? സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ട്. ഏത് വിഷയമാണ് അതിലില്ലാത്തത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറഞ്ഞ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ എന്ന് പറഞ്ഞ ഏതൊരു കാര്യത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങുവോ അപ്പോൾ ദുആ ചെയ്യണം, പടച്ചവനെ എനിക്കത് തരണേ എന്നല്ല ദുആ ഇറക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? അതിലെന്തെല്ലാം മോശമായ വശങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. അതറിയുന്നത് പടച്ചവന് മാത്രമാ. അതുകൊണ്ട് അല്ലാഹുവേ, ഒരു വിവാഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരന്, അല്ലാഹുവേ ഇന്ന വീട്ടിലെ ഇന്ന പെണ്ണിനെ എനിക്ക് തരണേ അല്ലാ, ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യരുത്. അവന് ദുആ ഇറക്കേണ്ടത്, അല്ലാഹുവേ വിവാഹത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുകയാ, ഇനി എനിക്കൊരു പെണ്ണന്വേഷിക്കണോ, എനിക്ക് ജീവിതത്തിന്റെ
സഖിയായി, എന്റെ ജീവിതത്തിന്റെ പകുതിയായി, ദീനിന്റെ പകുതിയായി ഒരു പെണ്ണിനെ എനിക്ക് വേണമല്ലോ. എന്റെ ഹബീബിന്റെ സുന്നത്തല്ലേ. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ആ ദുനിയാവിലെ എന്റെ ഇണയെ നീ ഹസനത്താക്കി തരണേ അല്ലാ. അല്ലാതെ അല്ലാഹുവിനോട് ഇന്ന പെണ്ണെനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിലായി പോകും. ദുനിയാവിനെ പറ്റി മാത്രം ചോദിക്കുന്നതാകും. എന്നാൽ നിനക്ക് ഈ പെണ്ണ് ആഖിറത്തിൽ ഉപകരിക്കൂല. നീ ചോദിക്കേണ്ടത് പടച്ച റബ്ബേ, ഞാൻ വൈവാഹിക ജീവിതത്തിന്റെ പ്രഥമഘട്ടത്തിലാണ്, അതുകൊണ്ട് എനിക്ക് നീ ദുനിയാവിലെ ഹസനത്ത് തരണേ അല്ലാ. ഈ വൈവാഹിക ജീവിതത്തിന്റെ ഹസനത്ത് എനിക്ക് ദുനിയാവിലെ തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്നത് ഹസനത്തല്ലാത്ത ഭാര്യയെ തരൂല, ഹസനത്തല്ലാത്ത ഭർത്താവിനെ നിനക്ക് തരൂല പെങ്ങളെ എന്ന് പറഞ്ഞാൽ കാണാൻ കുറച്ച് മുഞ്ച് കുറവായിരിക്കും. ചിലപ്പോൾ അവന് പണമില്ലാതിരിക്കും, ചിലപ്പോൾ അവൾക്ക് കുടുംബത്തിന്റെ തറവാടിന്റെ മഹിമയില്ലാതിരിക്കും. പക്ഷേ നിന്നെ ഹൃദയം തന്ന് സ്നേഹിക്കാ, ചങ്ക് പറിച്ച് നിനക്ക് തരാ, നിന്നോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിൽക്കാ, സന്തോഷ സന്താപ സമ്മിശ്രമാക ജീവിതത്തിന്റെ വഴിത്താരകളിൽ നിന്നോടൊപ്പം കൂടെ നിൽക്കാ. അവൾക്ക് കഴിഞ്ഞെന്ന് വരൂലേ, അവന് സാധിച്ചെന്ന് വരൂലേ. അതുകൊണ്ട് നീ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഹസനത്താകണം. എന്നിട്ട് നിന്റെ മനസ്സിൽ ചിന്തിക്കേണ്ട വിവാഹമാകണം. അതിൽ അള്ളാഹു ഹസനത്തായ ഭാര്യ നിനക്ക് തരും. ഇല്ലെങ്കിലോ നിന്നെ ഉറക്കി കിടത്തിയിട്ട് കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചു പോകും പെങ്ങള്, കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചു പോകും ചെറുപ്പക്കാരാ. നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് കണ്ടവളോടൊപ്പം കറങ്ങി നടക്കും ചെറുപ്പക്കാരിയെ. അതുകൊണ്ട് ചോദിക്കേണ്ട എനിക്ക് എന്റെ വിവാഹ ജീവിതത്തിൽ ഹസനത്ത് തരണേ അല്ലാ. ഒരു വീട് വെക്കുന്ന വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. വൈവാഹിക ജീവിതത്തിന്റെ കാര്യം പറയുമ്പോ ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി വര്യനാ, അവിടുത്തെ പ്രിയപ്പെട്ട സദീറത്തിനാണ് സഖാവ. ആ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ദർസ് എടുക്കുകയാ. നൂറുകണക്കിന് ശിഷ്യന്മാര് ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ്സിൽ എത്തുക പതിവാ. ഒരു ദിവസം അദ്ദേഹത്തിന് എവിടെയോ ഒരു യാത്രയുണ്ട്. ആ സമയത്ത് ക്ലാസ് മുടങ്ങി പോകുമോ എന്ന് ആശങ്കപ്പെടുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വന്നിട്ട് പറയുകയാ, പ്രിയപ്പെട്ട വാപ്പാ, ഞാൻ ദർസ് എടുക്കട്ടെ, ഞാൻ ഖുർആൻ പഠിപ്പിക്കട്ടെ. അങ്ങനെ വാപ്പയുടെ അനുവാദം വാങ്ങി മറക്കിപ്പുറത്തിരുന്നു കൊണ്ട് മറക്കപ്പുറത്തുള്ള നൂറുകണക്കിന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാ. അങ്ങനെ പഠിപ്പിച്ചു, നല്ല നിലയിൽ അവർ പഠിച്ചു. സഹോദരങ്ങളെ, സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെ ഈ പ്രിയപ്പെട്ട പൊന്നുമോള് വിവാഹ പ്രായമെത്തി. ആ സമയത്ത് ആരാണ് കല്യാണം കഴിച്ചതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് കല്യാണം കഴിച്ചത്. എന്താണ് ആ ശിഷ്യന്റെ പ്രത്യേകത എന്നറിയോ? ചരിത്രത്തിൽ ആദ്യമായി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ അതേ ഭാര്യയുടെ ശിഷ്യനാകുന്ന രംഗമാണ്. എന്ന് പറഞ്ഞാൽ വാപ്പയില്ലാത്തപ്പോ ദർസ് എടുത്തു കൊടുത്തപ്പോ ആ മകളിൽ നിന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഭർത്താവ് തന്റെ ജീവിതത്തിൽ തന്റെ മാരനായി കടന്നു വരികയാ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരുമകന് തന്റെ മകളെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത മകളുടെ ശിഷ്യനാണ്, തന്റെ ശിഷ്യനാണ്. അങ്ങനെ ഒരു ഭാഗ്യമാ മഹദിക്ക് കിട്ടി. താൻ പഠിപ്പിച്ച തന്റെ ശിഷ്യനെ തന്റെ ജീവിതത്തിന്റെ മാരനായി കിട്ടുന്ന സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വാപ്പയുടെ അടുത്ത് വന്നിട്ട് പറയുമ്പോ സംസാരിക്കുന്നതിനേല് വാപ്പ ചോദിച്ചു, മോളെ തഫ്സീർ മുഴുവനും പഠിച്ചോ? ഖുർആനിന്റെ എല്ലാ ആശയങ്ങളെയും നീ പഠിച്ചോ? പഠിച്ചു വാപ്പാ. പക്ഷേ ഒരായത്ത് എനിക്ക് സംശയമുണ്ട്. ഏതായത്താണ് മോളെ? ചോദിക്കും, ഞാൻ പറഞ്ഞു തരാ. സഈദ് ഇബ്നുൽ മുസയ്യിബിനോട് പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് തരണേ എന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ. ഈ ആയത്തിൽ ആഖിറത്തിലെ ഹസനത്തിലേക്ക് തിരിയും വാപ്പാ, അത് സ്വർഗ്ഗമല്ലേ, പടച്ചവനല്ലേ. പക്ഷെ ദുനിയാവിലെ ഹസനത്ത് ഏതാണ് വാപ്പാ എന്ന് ചോദിക്കുമ്പോ സഈദ് ഇബ്നുൽ
സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പൊന്നുമോളോട് പറയുകയാണ്, പൊന്നുമോളെ, ദുനിയാവിലെ ഹസനത്ത് ഏതെന്നറിയോ? ആ ദുനിയാവിലെ ഹസനത്ത് സൗജത്തുൻ സാലിഹാ, ഒരു പുരുഷന് കിട്ടുന്ന ദുനിയാവിലെ ഹസനത്ത് സദ്വൃത്തയായ ഭാര്യയാണ്, സദ്വൃത്തയായ പെണ്ണാണ്. അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യ ദുനിയാവിൽ അവന്റെ സ്നേഹനിധിയായ ഭാര്യ. സഹോദരങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിനോട് അടുക്കുമ്പോൾ ലോകത്താർക്ക് അടുക്കാൻ പറ്റോ? ഞാനും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന് സഈദ് മന്നാനി 2 വർഷം ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ ഗുരുനാഥന്മാരുടെ ഗുരുമുഖത്തിനും അറിവ് പഠിച്ചവരാ. ആ സമയത്ത് ഞാനും എന്റെ പ്രിയ സ്നേഹിതനും 2 വർഷം ജാമിഅ മന്നാനിയ സർവകലാശാലയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അടുത്തിട്ടുണ്ടോ? അടുത്തിട്ടുണ്ട്, പക്ഷേ എത്ര അടുക്കാൻ കഴിയോ? സഹോദരങ്ങളെ, വർഷങ്ങളായി പള്ളിയിലെ ഇമാമാണല്ലോ, ജമാഅത്തിന്റെ പ്രസിഡന്റ് ഇമാമുമായിട്ട് അടുക്കാൻ പറ്റിയാൽ എത്ര അടുക്കാൻ പറ്റോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൊന്നു മക്കളോട് നമുക്ക് സ്നേഹമുണ്ടല്ലോ, അടുക്കാൻ പറ്റിയാൽ വാപ്പയ്ക്ക് മക്കളോട് എത്ര അടുക്കാൻ പറ്റും? ഒരു ഉമ്മയ്ക്ക് തന്റെ മക്കളോട് എത്ര അടുക്കാൻ പറ്റും? ആ അടുപ്പത്തിന് ഒരു പരിധിയുണ്ട്, ലിമിറ്റ് ഉണ്ട്. പക്ഷേ ലിമിറ്റ് ഇല്ലാത്ത, പരിധിയില്ലാത്ത അടുപ്പമേതാ? അല്ലാഹു പറഞ്ഞു, ഹുന്ന ലിബാസുൽ ലക്കും വഅംദുൽ ലിബാസുൽ ലഹു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ്. ഈ ശരീരത്തോട് കണ്ടില്ലേ എന്റെ ജുബ്ബ തട്ടിക്കിടക്കുന്നത്? എന്റെ നഗ്ന ശരീരത്തെ മറച്ചിരിക്കുന്നത് എന്റെ ജുബ്ബയാ, എന്റെ മുണ്ടാണ്. സഹോദരങ്ങളെ, നിങ്ങളെ പാന്റാണ്, നിങ്ങളുടെ ഷർട്ടാണ്. പെങ്ങന്മാരെ, നിങ്ങളുടെ നഗ്ന ശരീരങ്ങളെ മറച്ചിരിക്കുന്ന നിങ്ങളുടെ പർദ്ദയാണ്, ചുരിദാറാണ്. ഇത്രത്തോളം നിങ്ങളുടെ നഗ്നതയോട് ചേർന്നിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രമാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി അല്ലാഹു പറയുന്നു, ഹുന്ന ലിബാസുൽ ലക്കും വഅംദുൽ ലിബാസുൽ ലഹു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണത്രേ. ആ അടുപ്പത്തിന്റെ അപ്പുറത്ത് മറ്റൊരു അടുപ്പമില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കിട്ടുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമേതാ? അവന്റെ സ്നേഹനിധിയായ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അള്ളാന്റെ ഖുർആനിന്റെ തഫ്സീർ പറഞ്ഞു കൊടുക്കുന്ന വാപ്പയുടെ പറച്ചിലെന്താ? ഏറ്റവും നല്ല ഹസനത്ത്, പൊന്നുമോളെ, നീ പോകുന്ന വീട്ടില് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ല ഭാര്യയായി മാറലാണ് മോളെ. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരിയെ, നീ വൈവാഹിക ജീവിതത്തിന്റെ പ്രഥമഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ നീ ചിന്തിക്കേണ്ടത് നിന്റെ വിവാഹ സന്തോഷത്തിന്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങളാകുമ്പോ നീ ദുആ ചെയ്യണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, എനിക്ക് ഈ വിവാഹത്തിലെ ഹസനത്തായ ഇണയെ തരണേ അല്ലാ. ദുനിയാവിലെ ഏത് വിഷയങ്ങൾ, ഒരു വീട് വെക്കാൻ ഇറങ്ങുന്നു, അല്ലാഹുവേ നല്ല വീട് തരണേ റബ്ബേ, അങ്ങനെ ചോദിക്കരുത്. പടച്ചവനെ, ആളുകൾ വന്നിട്ട് അമ്പരന്ന് നിൽക്കണം, അങ്ങനത്തെ വീട് തരണം. ഇത് പറയാൻ പറ്റില്ല. 2 കാരണം. ഒന്ന്, വിവരമില്ലാത്തൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. മറ്റൊന്ന്, ദുർമന്ത്രവാദികൾ ഇതിന്റെ പേരിൽ കുറെ പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങളും പറഞ്ഞു. ഞാൻ 2ന്റെ കൂടെ നിൽക്കൂല. 2ന്റെ ഇടയിൽ മധ്യമായ വഴിയിലേ ഞാൻ പോകുള്ളൂ. നല്ല മന്ത്രവാദികളുണ്ട്, ഞാൻ ആ വിഷയത്തെ പറ്റി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടുകളിൽ ചില വീടുകൾ ദുശകുനം, അല്ലേ ഉസ്താദേ? ശകുനവും ദുശകുനവും, അങ്ങനല്ലേ? 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങള് നന്നായ രക്ഷപ്പെട്ടു. മസ്കൻ, മർകബ്, മസ്കന്, മർഅത്ത്. ഇത് 3 നമുക്ക് നല്ലത് കിട്ടിയ അൽഹംദുലില്ലാഹ്. ഒന്ന്, നല്ല വീട്. എവിടെ പോയാലും ശാന്തി നഗറിൽ ഈ റബ്ബർ കാട്ടിന്റെ ഇടയിലെ വീട്ടിൽ നമുക്ക് വന്ന് കാലും കൈയൊക്കെ അങ്ങനെ വിശാലമായി നീട്ടി വെച്ച് കിടന്നാലല്ലാതെ നമുക്ക് നന്നായിട്ട് ഉറക്കം വരുമോ? 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്താൽ നമുക്ക് ഇത്രയും സന്തോഷം കിട്ടുമോ? നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഉള്ള സുഖം വേറെ എങ്ങും കിട്ടൂല. പക്ഷെ വീട്ടിൽ വരുമ്പോ സമാധാനം ഇല്ലെങ്കിലോ? വീട്ടിൽ വന്നാൽ എപ്പോഴും വയറുവേദന, വീട്ടിൽ എപ്പോഴും വന്നാലും കഷ്ടപ്പാട്, പ്രയാസം, അങ്ങനെയൊക്കെ പലർക്കും ഉണ്ട്. അത് പ്രശ്നമുള്ള വീടുകളാണ്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആരും വീട് മാറാൻ നിൽക്കേണ്ട. എനിക്ക് അല്ലാഹ് കരുതി മന്ത്രവാദമൊന്നും ഇല്ലേട്ടാ, ഞാനിത് പറയാം. നിങ്ങൾ എഴുതി ഇനിയിപ്പോ മുസ്ലിം മന്ത്രവാദം തുടങ്ങിയിട്ടുണ്ട്, ആളെ കൂട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു സ്വന്തമായ നൂലോതി കെട്ടാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം. 2ാമത്, മർക്കബ്. നല്ലൊരു വണ്ടി വേണം, നല്ല വണ്ടി വേണം.
ഏറ്റവും നല്ല വണ്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ ആർഭാടമില്ലാത്ത നിലയിൽ നല്ല വണ്ടി എടുക്കണം. നല്ലൊരു വാഹനം വേണം അത്യാവശ്യത്തിന്. ആളുകൾ പറയും പണത്തിന്റെ കൊഴുപ്പ, പണത്തിന്റെ തിളപ്പ, അതൊക്കെ പറഞ്ഞോട്ടെ. അവരിന് ഈ വിനയമുള്ള വലിയ കാതി കുതാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടേണ്ട യാത്രയില് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഉടനെ തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് പോകുമ്പോ പെട്ടെന്നാണ് കോള്, നമ്മൾ കച്ചവടക്കാരനാണ്, ഉടനെ എറണാകുളത്ത് പോകണം. അപ്പോഴും വിനയത്തിന്റെ പേരിൽ 50,000 രൂപയുടെ വണ്ടി എടുത്താൽ ഇവിടെ നിന്ന് കവടിയാറെത്തുമ്പോഴേക്ക് സൈഡിൽ പിടിച്ചിടും. 3 മണിക്കൂർ വേണം അത് ശരിയാക്കി എടുക്കാൻ. വിനയം കൂടിപ്പോയി. അത് ശരിയാക്കി എടുത്തപ്പോഴേക്കും അവിടുത്തെ കച്ചവടം മുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു വണ്ടി, അതിൽ പ്രശ്നമുണ്ട്, നന്മയുമുണ്ട്. മൂന്നാമത്തേത് ഭാര്യ. കെട്ടിയോള് നല്ലതാണോ? അൽഹംദുലില്ലാ, സമാധാനമുണ്ട്. ഇനി കെട്ടിയോള് പ്രശ്നമാണോ? ഇനി നല്ല വണ്ടിയും നല്ല കാറും നല്ല വീടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം ശരിയല്ലെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വീട് വെക്കാൻ ഇറങ്ങുമ്പോഴും, കല്യാണം കഴിക്കാൻ ഇറങ്ങുമ്പോഴും, അതുപോലെ വാഹനം എടുക്കാൻ ഇറങ്ങുമ്പോഴും, കൃഷിക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും, വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുമ്പോഴും, ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ദുആ ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. യാ അല്ലാഹ്, സർവശക്തനായ റബ്ബേ, ഈ വിഷയത്തിൽ എനിക്ക് എന്താണ് ഖൈർ എന്ന് അറിഞ്ഞൂടാ. നീ ഹസനത്ത് മാത്രമേ എനിക്ക് തരാവുള്ളൂ തമ്പുരാനെ, അല്ലാത്ത തരല്ലേ തമ്പുരാനെ എന്ന് ദ്വാരന്നിട്ട് വേണം ഇറങ്ങാൻ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ദുആ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, രണ്ടാമത് അവൻ ആ ദുആ തന്നെ ചെയ്യുമ്പോ പറയണം, ദുനിയാവിൽ മാത്രമല്ല വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, ആഖിറത്തിൽ എനിക്ക് ഹസനത്ത് തരണമല്ലാ. അത് തൈസീറുൽ ഹിസാബ, വിചാരണ എളുപ്പമാവല, ഹിസാബ് യസീർ കിട്ടല. 2 റക്അത്ത് ശാന്തിനഗർ പള്ളിയുടെ അകത്ത് നമസ്കരിച്ച സമയം മാത്രം ശാന്തിനഗറിലെ ഈ കുഗ്രാമത്തിലെ, ഈ പ്രാന്തപ്രദേശത്തെ, ഈ ഉൾനാട്ടിലെ, ഈ നാട്ടിലെ ഏതോ ഒരു വീട്ടിൽ നീ നമസ്കരിച്ച 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ ഉമ്മ. ആ നമസ്കാരത്തിന്റെ സമയത്തില് അല്ലാഹു നിന്റെ വിചാരണ അങ്ങ് പൂർത്തീകരിക്കുകയാണ്. അതാണ് ഒന്നാമതായി തൈസീറുൽ ഹിസാബ്, ആഖിറത്തിലെ ഹസനത്ത് അതാണ്. രണ്ടാമത്തേതോ അൽ അംനു മിനൽ ഫസഇൽ അക്ബർ, ഭീകരമാണ് പെങ്ങളെ, മഹ്ശറ ഭീകരമാ. ഇവിടെ സഖാബ് പിണറായി വിജയന്റെ പോലീസ് ഏതെങ്കിലും ഒരു വളവിൽ കൈ കാണിക്കുന്നു എന്നറിയുമ്പോ ആ പോലീസുകാരൻ കൈ കാണിച്ചത് നീ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരിലാണ്, അതല്ലെങ്കിൽ നീ ഹെൽമറ്റ് വെക്കാത്തതിന്റെ പേരിലാ, അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്തതിന്റെ പേരിലാ, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിലാ, അല്ലെങ്കിൽ നിനക്ക് ബുക്കും പേപ്പറും RC ഓണറായ നീ അതിന്റെ ക്ലിയറൻസ് വരുത്താത്തതിന്റെ പേരിലാ. ഇതിന്റെ പേരിൽ നിന്നെ പോലീസ് പിടിച്ചാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാക്കിയിട്ടവൻ നിന്നെ കൈറ്ററിന്റെ ചുറ്റളവിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്നവന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ എത്ര പേടിയാണ്, ഭയമാണ്, വിറയലാണ്. എന്നാൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച അല്ലാഹ്, സംരക്ഷിക്കുന്ന അല്ലാഹ്, സംഹരിക്കുന്ന അല്ലാഹ്, ജഗപരിപാലകനായ അല്ലാഹ്, സർവലോക സംവിധായകനായ അല്ലാഹ്, സർവാധിനാഥനായ അല്ലാഹ്, സർവേശ്വരനായ അല്ലാഹ്, സർവഗുണ സമ്പൂർണനായ അല്ലാഹ്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, ആ പടച്ച തമ്പുരാന്റെ കോടതി ഉണ്ടല്ലോ, ആ കോടതി വല്ലാത്ത കോടതിയാണ്. ഇന്ന് നമ്മൾ വിയർക്കും പോലെയല്ല അന്ന് വിയർക്കുക. ഇന്ന് വിയർത്താൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നനയും. പക്ഷേ മഹിഷറയിലെ വിയർപ്പ് അങ്ങനെയല്ല. കണങ്കാല് വരെ, മുട്ടുവരെ, അരവരെ, കഴുത്തറ്റം വരെ ചിലർ വിയർപ്പിൽ മുങ്ങിത്താണ് പോകും. എന്തുകൊണ്ടെന്നറിയോ? ഒരു ചാൺ മുകളിലാണ് സുഖുന്നത്, അടിയിലാണെങ്കിലോ ചെമ്പ് തറയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മൾ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ തമ്പുരാനെ. മൂന്നാമത് ആഖിറത്തിൽ തന്നെ സഹോദരങ്ങളെ, ഒന്ന് തൈസീറുൽ ഹിസാബ്, വിചാരണ ലഘൂകരിക്കലാണ്. 2 ഭീകരമായ നിമിഷത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. മൂന്നാമത്തേത് നമ്മൾ ഏറ്റവും കൂടുതൽ കാമിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന നമ്മുടെ വികാരമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സ്വർഗ, ആ സൽസബീലിന്റെ തസ്നീമിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭ്യമാകുമ്പോ ആ സ്വർഗ പ്രവേശനം എന്ന ദുഖൂലുൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് കയറുക എന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ നമുക്കൊരു മാറ്റം ഉണ്ടാവണം. എന്ത് ദുനിയാവ് കാര്യങ്ങളോ ചോദിക്കാം.
ഏത് കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കാം. പക്ഷെ ആ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴും ആഖിറത്തിലെ ഹസനത്ത് കൂടി ചോദിച്ചില്ലെങ്കിൽ അല്ലാഹ് പറയുന്നു വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിലൊന്നും കിട്ടൂല. ഇവിടെ ചോദിക്കുന്ന എല്ലാം കിട്ടും. ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാം കിട്ടും. ഇവിടെ എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷെ ആഖിറത്തിലൊന്നും കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? ഈ ദുആ കൃത്യമായി എല്ലാവരും പഠിക്കണം. എല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കണം. ആ പഠനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമാണ്. ഇന്ന് എല്ലാവർക്കും അറിയാലോ, ഇഷ്ടംപോലെ പാട്ട് പഠിക്കും, ഇഷ്ടംപോലെ ഓരോരുത്തര് ഈ കപ്പിന് വേണ്ടി മത്സരിച്ച, ഫുട്ബോളിന് വേണ്ടി മത്സരിച്ച രാജ്യത്തെയും അതിന്റെ കൃത്യമായി ഫോർവേഡ് കളിക്കുന്നവനെയും ഗോൾ കീപ്പറുടെയും ഒക്കെ പേരുകൾ പറയുന്ന കേട്ടാൽ ഇത്രയും കടുപ്പ്, ഏറ്റവും വലിയ കടുപ്പമുള്ള പേരുകൾ സഹാബത്തിന്റെ പേരാ. പലരുടെയും പേരുകൾ ബദരിയത്ത് ചെല്ലുന്നവർ കൃത്യമായിട്ട് അറിയാം. അല്പ പ്രയാസമുണ്ട് അവരുടെയൊക്കെ പേര് പഠിക്കാൻ. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ ബുദ്ധിമുട്ടാണ് ഈ പേരുകളൊന്ന് പഠിക്കാൻ. അതൊക്കെ നമ്മുടെ മക്കൾക്ക് നന്നായിട്ടറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ചെറിയ ആയത്താൻ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, ഇത് അറിഞ്ഞൂടാത്ത ഒരു മേത്തനുണ്ടോ? ഒരു മേത്തനുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. ഇത് അറിഞ്ഞൂടാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ കാവ് മുസ്ലിമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എല്ലാവർക്കും മനപ്പാടുള്ള ഒരായത്തല്ലേ ഇത്. അതുകൊണ്ട് നമ്മുടെ ദുആകളിൽ ഇത് ചേർക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റസൂൽ ഏറ്റവും കൂടുതൽ ദുആ രക്കുന്നത് ഏതാന്ന് ചോദിച്ചു. ഏറ്റവും കൂടുതൽ നബി തങ്ങൾ ദുആ രക്കുന്നത് ഏത് ദുആയാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഏത് ദുആയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താ അനസ് തങ്ങൾ പറയാൻ കാരണം? 10 വർഷക്കാലം ചെരുപ്പെടുത്തു കൊടുക്കാനും വെള്ളം ചൂടാക്കി കൊടുക്കാനും വടിയെടുത്ത് കയ്യിൽ കൊടുക്കാനും ഏതെങ്കിലും മരുഭൂമിയിൽ പോകുമ്പോ നമസ്കാരത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഒരു കൈ സഹായം ചെയ്യാനും ഒക്കെ 10 വർഷക്കാലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖാദിമായിരുന്നു, സെർവന്റ് ആയിരുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സേവകനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒപ്പിയെടുത്തിരുന്നു. ആ ഒപ്പിയെടുത്ത അനുഭവത്തിൽ നിന്നുകൊണ്ട് അനസ് തങ്ങളോട് ചോദിക്കുകയാണ്, ഖത്താദ തങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ദുആ ഏതാ? മഹാനവറുകൾ പറഞ്ഞത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മുടെ വയല് കൊണ്ട് നേട്ടം ഉണ്ടാവണം. ഇന്നത്തെ രാത്രി മുതൽ ഈ ഒരു കാര്യം മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് അനസ് തങ്ങളെ പറ്റിയുടെ ചരിത്രത്തിൽ കാണാം, ഏത് ദുആ ചെയ്താലും ആ ദുആയിൽ അനസ് റളിയല്ലാഹു അൻഹു ഈ ദുആ ഉൾപ്പെടുത്തും. ഏത് ദുആ ചെയ്താലും ആ ദുആകളിലൊക്കെ ഈ ദുആ കൂടി ഉൾപ്പെടുത്തുമായിരുന്നു. എന്ന് മാത്രമല്ല, പെട്ടെന്ന് പോകേണ്ട ഘട്ടങ്ങൾ വരും. നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം ചിലപ്പോൾ കിട്ടൂല. ആ സമയത്ത് ഒന്നും നമുക്ക് ദുആരക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നമസ്കാരത്തിന് ശേഷം നമുക്ക് പെട്ടെന്ന് ധൃതി വെച്ച് നമ്മൾ പുറത്തിറങ്ങാണ്, വണ്ടി വരുന്നു, പെട്ടെന്ന് ഇറങ്ങണം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും അനസ് റളിയല്ലാഹു അൻഹു ഇദാ അറാദ അൻ യദ്ഉവ ബിദഅവത്തിൻ ദഅ ബിഹാ, പെട്ടെന്ന് ദുആ നിർത്തേണ്ട ഒരു ഘട്ടം വന്നാലും അനസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ദുആ ഇതാണ്. ഒറ്റ ദുആയിൽ ഒതുക്കേണ്ടി വന്നാൽ മഹാനവറുകൾ ചെയ്യുന്ന ദുആ ഇതാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഈ ദുആ, ഈ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. എല്ലാം അതിനകത്തുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പറയുമ്പോൾ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ മനസ്സിൽ കണ്ടാൽ മതി. വഫിൽ ആഖിറതി ഹസന എന്ന് പറയുമ്പോൾ അല്ലാഹ് ആഖിറത്തിൽ നീ എന്നെ വിചാരണ ലഘുവാക്കി തരണം, എന്നെ സ്വർഗ്ഗത്തിൽ പോകണം, നിന്നെ എനിക്ക് കാണിച്ചു തരണം. ഈ നിലയിൽ നമ്മൾ അല്ലാഹുവിനെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് വഖിനാ അദാബന്നാർ, അല്ലാഹ് നരകത്തിലേക്ക് നീ വലിച്ചെറിയല്ലേ റബ്ബേ എന്ന് നമ്മൾ ദുആ എന്നാൽ ഒരു മനുഷ്യന്റെ പ്രസവം മുതൽ അവന്റെ മരണം വരെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടു. അതിനുശേഷമുള്ള ആഖിറവും അതിനകത്ത് ഉൾക്കൊണ്ടു. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തേക്ക് പോകാം. അനസ് തങ്ങളോട് വന്നിട്ട്
ഒരു സദസ്സിലിരിക്കുകയാണ്. ആ സദസ്സിരിക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മളൊക്കെ ഒരു സദസ്സിൽ പോകുമ്പോ, ഏതെങ്കിലുമൊക്കെ സദസ്സിൽ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ വലിയ കാര്യപ്പെട്ട ഉസ്താദുമാരുണ്ടാവും. ആ ഉസ്താദുമാരുണ്ടാവുമ്പോ നമ്മൾ പറയുന്നു ദ്വാരക്കണേ. അപ്പൊ വീട്ടിലൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ വീടുകളിൽ പോകുമ്പോ ഭക്ഷണം കഴിച്ചാൽ അതുവഴി എഴുന്നേറ്റ് കയ്യും കഴുകി പോകലല്ല, അവിടെ ഇരുന്നൊരു ദുആ ചെയ്യും. അവർക്കൊരു സന്തോഷം, അവർക്കൊരു ബറക്കത്ത്. അങ്ങനെ ദുആരക്കാൻ വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സദസ്സിൽ വെച്ച് സാബിത്ത് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. ഒരു സദസ്സിലാണ് മഹാനവറുകൾ ദുആ ചെയ്തത് എന്താ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പക്ഷേ അത്രയും പറഞ്ഞ് ദുആ നിർത്തി. പക്ഷെ എല്ലാവർക്കും അങ്ങോട്ട് തൃപ്തിയായില്ല, എല്ലാവർക്കും അങ്ങോട്ട് സംതൃപ്തിയായില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു, സമയം കുറെ കഴിഞ്ഞു. വീണ്ടും ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ നേരത്ത് ഖത്താദ റളിയല്ലാഹു സാബിത്ത് റളിയല്ലാഹു അൻഹു വീണ്ടും അനസ് തങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അനസ് തങ്ങളെ, എല്ലാവരും അങ്ങയുടെ ഒരു ദുആ ആഗ്രഹിക്കുക, ഒരു ദുആ ചെയ്യണം. അപ്പോ അനസ് തങ്ങൾക്ക് മനസ്സിലായി, നേരത്തെ എന്റെ ദുആ ഇവർക്ക് സംതൃപ്തിയായിട്ടില്ല എന്നെനിക്ക് ബോധ്യമായി. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദിച്ചത്? അനസ് തങ്ങൾ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇനിയും ജനങ്ങളെ ഇടങ്ങേറാക്കണമെന്നാണോ പറയുന്നത്? ജനങ്ങളെ ഇടങ്ങേറാക്കണോ? എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഇദാ അത്താകുമുല്ലാഹു ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വവഖാകും അദാബന്നാർ ഫഖദ് അത്താകുമുൽ ഖൈറ കുല്ലഹു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പറഞ്ഞത്? ദുനിയാവിൽ നന്മ കിട്ടി, ആഖിറത്തിൽ നന്മ കിട്ടി, നരകത്തിൽ നിന്ന് മോചനവും കിട്ടിയാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ കിട്ടി, നരകത്തിൽ നിന്ന് മോചനവും കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാം ആയില്ലേ? അതല്ലേ ഞാൻ നേരത്തെ ദുആ ചെയ്തത്? ഇനി എന്തിനാ ഞാൻ ദുആരക്കേണ്ടത് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുആയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി ഞാനൊന്ന് ഉണർത്തുകയാണ്. ആരൊക്കെയാണ് വിശുദ്ധമായ ഹറമിൽ പോയിട്ടുള്ളതെന്ന് നമുക്കറിയുമല്ലോ. ഹജ്ജിന് പോയവര്, ഉംറ ചെയ്യാൻ പോയവര്, അവര് പരിശുദ്ധമായ കഅബാലയത്തെ ഇടതുഭാഗത്താക്കിയിട്ട് 7 പ്രാവശ്യം വിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യുമ്പോ, കറുത്ത സുന്ദരിയായ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ, സഹോദരങ്ങളെ, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തുകൊണ്ട് ഓരോ വിശ്വാസികളും തവാഫിന്റെ വേളയിലെ പരിശുദ്ധമായ മതാഫിലൂടെ നടന്നു പോകുമ്പോൾ ഓരോ ദുആകൾ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. ഹജറുൽ അസ്വദിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുകയാണ്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഹറമിൽ ഞാൻ പ്രവേശിച്ചിരിക്കുകയാ, നവൈതുൽ ഇഅ്തികാഫ ഫീ മഹദൽ മസ്ജിദിൽ ഹറമി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഹറമിലേക്ക് നമ്മൾ കയറുകയാ. പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി നമ്മൾ കയറി. എന്നിട്ട് പറയുന്ന അല്ലാഹുവേ, പടച്ചവനേ, ഈ പരിശുദ്ധമായ പള്ളിയിൽ ഞാൻ കയറിയിരിക്കുകയാ, ഈ പള്ളിയിൽ ഞാൻ കയറിയിരിക്കുകയാ. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോ, ആ കഅബ ശരീഫിനെ നമ്മൾ നിറ കണ്ണുകളോടെ കാണുമ്പോ, നമ്മൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ പറയുകയാണല്ലോ, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ തക്രീമൻ വ മഹാബതൻ വ അംനാ. അത് കഴിഞ്ഞ് പരിശുദ്ധമായ മതാഫിൽ തവാഫ് ആരംഭിക്കുമ്പോ ഹജറുൽ അസ്വദിന്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് നമ്മൾ പറയുന്നതെന്താ? അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖ റസൂലിക. ഇത് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടക്കുകയാ. പരിശുദ്ധ കഅബാലയം ഇടതുഭാഗത്താണ്, മസ്ജിദുൽ ഹറം വലതുഭാഗത്താണ്. ആ പുണ്യമായ അല്ലാഹുവിന്റെ ഹബീബ് അടക്കമുള്ള ലക്ഷക്കണക്കിന് സഹാബാക്കൾ അടക്കമുള്ള അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാരുടെ ചെഞ്ചായമണിഞ്ഞ ചുടുനിണം കൊണ്ട് ചെഞ്ചായമണിഞ്ഞ ആ പരിശുദ്ധമായ മതാഫിലൂടെ നടന്നവരെല്ലാം അംനുക വഹാദാ മഖാമുൽ ആഇദി ബിക മിനന്നാർ. ഇതൊക്കെ ദുആ ചെയ്ത് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ, സഹോദരങ്ങളെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? റുക്നുൽ യമാൻ എന്ന ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ ദുആരക്കുന്നതെന്താ? റുക്നുൽ യമാൻ എന്ന ഭാഗമുണ്ടല്ലോ, റുക്നുൽ ഹജർ, റുക്നുൽ ശാം, റുക്നുൽ ഇറാഖ്, റുക്നുൽ യമാൻ. ഈ 4 മൂലകളാണല്ലോ വിശുദ്ധമായ കഅബാലയത്തിനുള്ളത്. ആ റുക്നുൽ യമാനിൽ
നമ്മൾ എത്തിച്ചേരുന്ന സന്ദർഭത്തില് നമ്മൾ എന്താണ് ദുആ ചെയ്യുന്നത് ആർക്കും അറിയാതിരിക്കൂലല്ലോ. കഷ്ടപ്പെട്ട് നമ്മൾ സമ്പത്ത് ചെലവായ മണ്ണിലെത്തുമ്പോ നമ്മൾ പോകുന്നത് ദുആക്കാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റുക്നുൽ യമാനെത്തുമ്പോ നമ്മൾ അവിടെ ദുആ ചെയ്യുന്ന ദുആ ഏതാണ് നിങ്ങൾക്കറിയുമല്ലോ. അതറിയാനൊരു ചരിത്രത്തിന്റെ ശകലമാണ്. ആരാണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ തഫ്സീറുകളുടെ ലീഡർ അല്ലേ? വിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ജാജ്വല്യമാനമായ ആശയ സമ്പന്നമായ അർത്ഥഗർഭമായ ആ സാഗരത്തിലേക്ക് ഊളിയിട്ടിറങ്ങിയ സഈസുൽ മുഫസ്സിരീന ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, മാ മറർതു അലർ റുക്നി ഇല്ലാ റഅയ്തു അലൈഹി മലകാ. സഹോദരിമാരെ, നമ്മൾ കാണുന്നത് ഹജറുൽ അസ്വദിന്റെ മുമ്പില്. ആ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ ഒരു പാറാവുകാരൻ ഇങ്ങനെ നിൽപ്പുണ്ട്, കുറെ പോലീസുകാർ ഇങ്ങനെ നിൽപ്പുണ്ട്. ഹജറുൽ അസ്വദ് മുട്ടാൻ വരുന്നവരെ നിയന്ത്രിച്ചുകൊണ്ട്, തിക്കിലും തിരക്കിലും പെടാതിരിക്കാൻ നിയന്ത്രിച്ചുകൊണ്ട് പോലീസുകാരുണ്ട്. അതല്ലാതെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അവിടെ? ഇല്ല, ഇല്ല. കാരണം കണ്ണുകൾക്ക് പരിമിതിയുണ്ട്. എന്നാ പരിമിതമായ കണ്ണുകൾക്ക് അല്ലാഹു തആല ചില ആളുകൾക്ക് അല്ലാഹു തആല മൂർച്ചയുള്ള കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അവരുകൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ പരിശുദ്ധമായ മത്താഫിലൂടെ തവാഫ് ചെയ്യുമ്പോ ഒരു കാഴ്ച കണ്ടു. ഞാനൊരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച എന്നറിയോ? ഞാൻ റുക്നുൽ യമാന്റെ ഭാഗമെത്തുമ്പോ മാ മററതു അലർ റുക്നി, ആ റുക്നുൽ യമാന്റെ ഭാഗത്ത് ഞാൻ എത്തുമ്പോ ഇല്ലാ റഅയ്തു അലൈഹി മലകാ. ആ റുക്നുൽ യമാന്റെ അടുത്തൊരു മലക്ക് ഇങ്ങനെ നിൽക്കുകയാ. അത് കാണാൻ ശാന്തിനഗറിൽ നമുക്ക് കണ്ണുകളില്ല, അത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ശക്തിയില്ല. എന്നാ റുക്നുൽ യമാന്റെ ആ മൂലക്കൊരു മലക്ക് നിൽപ്പുണ്ടത്രേ. ആ മലക്കിന്റെ ഡ്യൂട്ടി എന്തെന്നറിയോ? ആ മലക്കിന് ഒരേ ഒരു ഡ്യൂട്ടി അല്ല കൊടുത്തിട്ടുള്ളൂ. എന്താണ് ആ ഡ്യൂട്ടി എന്നറിയോ? ആ മലക്ക് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ മലക്ക് പറയുന്നു, ആമീൻ 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 ആമീൻ. ഇതല്ലാതെ ആ മലക്കിന് വേറെ ജോലിയൊന്നുമില്ല. അല്ലാഹു ആ മലക്കിനെ നിയോഗിച്ചത് തന്നെ റുക്നുൽ യമാന്റെ ഭാഗത്ത് നിന്ന് ആമീൻ 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 ഇത് പറയാൻ വേണ്ടി മാത്രം അല്ലാഹു തആല സൃഷ്ടിച്ച മലക്കാണ്. ആ മലക്ക് അവിടെ നിന്ന് ആമീൻ എന്ന് പറയുന്നത് ആരുടെ ദുആക്കാ? പരിശുദ്ധമായ മത്താഫിലൂടെ ഞാൻ നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നടക്കുമല്ലോ. അല്ലാഹു ഈമാൻ തരണേ അല്ലാഹ്. അല്ലാഹുവേ ഈമാൻ തരണേ അല്ലാഹ്. അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാക്കണേ അല്ലാഹ്. ഇങ്ങനെയെല്ലാം നമ്മൾ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മത്താഫിലൂടെ നടന്നു പോകുമ്പോ റുക്നുൽ യമാന്റെ സ്ഥലമെത്തുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് മലക്ക് ആമീൻ ആമീൻ പറയുകയാ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അതുകൊണ്ട് സഹോദരാ, ഫൈദാ മറർതും അലൈഹി, നീ നടന്ന് റുക്നുൽ യമാനെത്തുമ്പോ നീ പറയേണ്ടത് എന്താണ്? ഖൂലൂ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതാണ് നീ പറയേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ അനുമാനിച്ചോട്ടെ. സഹോദരങ്ങളെ, അവിടെ എത്തുമ്പോ ഒരു മലക്കുണ്ടത്രേ. ആ മലക്ക് അവിടെ തന്നെയാണ് ഉള്ളത്. ആ മലക്കിന്റെ ഡ്യൂട്ടി ഒന്നേ ഒന്ന് മാത്രമാണ്. ആ മലക്ക് പറയണം ആമീൻ ആമീൻ ആമീൻ. ആര് ദ്വാരക്കുമ്പടാ? ആ മത്താഫിലൂടെ നടക്കുന്ന ശാന്തിനഗറുകാർ, ആ മത്താഫിലൂടെ നടക്കുന്ന മലയാളികൾ, ആ മത്താഫിലൂടെ നടക്കുന്ന മൊറോക്കക്കാരൻ, ആ മത്താഫിലൂടെ നടന്നു പോകുന്ന മശ്രിക്കുകാരൻ, ആ മത്താഫിലൂടെ നടന്നു പോകുന്ന വെള്ളക്കാരൻ, ആ മത്താഫിലൂടെ നടന്നു പോകുന്ന കറുത്ത വർഗക്കാരൻ, ആ മത്താഫിലൂടെ നടന്നു പോകുന്ന മുതലാളി, തൊഴിലാളി, അടിമ, ഉടമ, ആ മത്താഫിലൂടെ നടന്നു പോകുന്ന പണ്ഡിത പാമരന്മാര്, ആ മത്താഫിലൂടെ നടന്നു പോകുന്ന ലിംഗ വ്യത്യാസമില്ലാതെ ആണ് പെണ്ണും കുഞ്ഞും വലുതുമല്ല നടന്നു പോകുമ്പോ ആമീൻ പറയണം. അതുകൊണ്ട് ആ മലക്കിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എത്തുമ്പോ നിങ്ങൾ പറയേണ്ട വേറെ ഒരു ദുആയുമല്ല. റുക്നുൽ യമാൻ എത്തുമ്പോ നിങ്ങൾ പറയണേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ദുആയാണ് നിങ്ങൾ അവിടെ ചൊല്ലേണ്ടത്. കാരണം അവിടെ ഇരിക്കുന്ന മലക്ക്, അള്ളാഹു നിശ്ചയിച്ച മലക്ക് ആമീൻ 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 പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ ദുനിയാവിന്റെ സകല വിഷയങ്ങളും ഓടി വരും. നമുക്ക് അള്ളാഹു ദുനിയാവിന്റെ സകല വിഷയങ്ങളിലും അള്ളാഹുവിന്റെ ഖൈറായ ഹസനത്തുള്ള ഇടപെടൽ ഉണ്ടാവും, ആഖിറത്തിൽ ഹസനത്ത് ഉണ്ടാകും. അത്രയും മൂല്യമുണ്ട് സഹോദരിമാരെ ഈ ദുആക്ക്. ഈ ദുആ ഇല്ലാതെ ഒരു ദുആ നിങ്ങൾ ചെയ്യരുത്. ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ദുആ ചുരുക്കേണ്ടി വന്നാലും ഈ ദുആ മാത്രം ചെയ്തിട്ട് ചുരുക്കിക്കോളി. കാരണം എല്ലാം ഇതിനകത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ദുആ അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ ചെയ്ത ദുആയ. എന്താ പ്രത്യേകത? ദുനിയാവും ചോദിക്കുന്നു, ആഖിറവും ചോദിക്കുന്നു. ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ആഖിറ മാത്രം മതി, എന്നാ അവർ മലക്കുമല്ലോ ആയിരിക്കണം. ചിലവന്മാർ അങ്ങനെയാണല്ലോ, ഞങ്ങൾ അങ്ങ് മലമടക്കിൽ ആട്ടിനെ മേയ്ക്കാൻ പോകുന്നു പറഞ്ഞ് ചിലവന്മാർ പോയിട്ടുണ്ടല്ലോ. അവർക്ക് ദുനിയാവൊന്നും വേണ്ടത്രേ. ദുനിയാവ് വേണ്ടാന്ന് പറയുന്നവൻ വല്ല മലക്കോ വല്ലോ ആയിരിക്കണം. ആഖിറം വേണ്ടാന്ന് പറയുന്നവൻ മൃഗമായിരിക്കണം. ഇത് രണ്ടുമല്ല മനുഷ്യൻ, ഇത് രണ്ടുമല്ല. ആഖിറം മാത്രം മതിയെങ്കിൽ നീ മനുഷ്യനല്ല, നീ മലക്കായിരിക്കണം. ദുനിയാവ് മാത്രം മതി എന്ന് പറഞ്ഞാൽ നീ മനുഷ്യനല്ല, മൃഗമായിരിക്കണം. മലായിക്കത്തിന് വിവേകം മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്ക് വികാരം മാത്രമേ ഉള്ളൂ. നിനക്കിത് രണ്ടും അല്ല തന്നു. വിവേകം തന്നു, വികാരവും തന്നു. വിവേകം, വികാരം വാതിലിലൂടെ അകത്ത് കയറുമ്പോ വിവേകം ജനാലയിലൂടെ പുറത്തു പോകുമെന്ന് പണ്ടാരോ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മലക്കിനോളം ഉയരാനും കഴിയില്ല, അവൻ മൃഗത്തോളം താഴാനും പാടില്ല. അതുകൊണ്ട് അവൻ എന്തു വേണം? ദുനിയാവും വേണം, ആഖിറവും വേണം. ദുനിയാവ് വേണ്ടെന്നാണോ? എന്നോട് വലിയൊരു മഹാനുണ്ട്, കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെട്ട ഒരു വലിയ സയ്യിദാണ്. അദ്ദേഹത്തിന് ചെകിട് കേട്ടൂടാ. അദ്ദേഹം സംസാരിക്കും, അദ്ദേഹത്തിന് കാഴ്ചയുണ്ട്, പക്ഷെ പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഖാദിമീങ്ങളൊക്കെ ഉറക്കെ പറയും. നമ്മളിപ്പോ ഒരു സയ്യിദിന്റെ മുമ്പിൽ ചെന്ന് പറയുന്നതിന് ഒരു കുറച്ച് ലിമിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളതൊക്കെ എഴുതി കാണിച്ചു കൊടുക്കണം. അദ്ദേഹം അപ്പോഴും മറുപടി തരും. ഒരു വലിയ കാര്യപ്പെട്ട ഒരു സയ്യിദാണ്, ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പോൾ തങ്ങൾ എന്ന് പറയപ്പെടും അദ്ദേഹം. ഞാൻ ആ യാത്ര പോകുന്ന കൂട്ടത്തിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നല്ല ധനാഢ്യനാണ് അദ്ദേഹം. ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കില്ല. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതിയാൽ പോലും നമ്മളെ അതിനെ നിരുത്സാഹപ്പെടുത്തും. എന്തെങ്കിലും ഇങ്ങോട്ട് തരും. ചിലപ്പോ ഈത്തപ്പഴം തരും, ഇഷ്ടപ്പെട്ട ചിലപ്പോ ഒരു അടി തരും. അപ്പൊ എന്നെ ഒരിക്കല് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചായ്ച്ച് കിടത്തിയിട്ട് എന്റെ തലയിൽ കൈവച്ച് കുറെ ഓതി തന്നിട്ടുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് മഹാനായ ഒരു സയ്യിദ് കുമ്പോൾ തങ്ങൾ. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കുറഞ്ഞ നിമിഷം അദ്ദേഹത്തിന്റെ മുമ്പ് ഇരുന്നപ്പോ അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് വേണം. ദുനിയാവ് മോശമൊന്നുമല്ല, ദുനിയാവ് കൊള്ളാത്തതൊന്നുമല്ല. ദുനിയാവ് കൊള്ളാത്തതാണെങ്കിൽ അള്ളാഹു നമുക്ക് തരൂലല്ലോ. ദുനിയാവ് ഏറ്റവും നല്ലതാണ്, ദുനിയാവ് ഏറ്റവും പ്രിയപ്പെട്ടതാകണം നമുക്ക്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് 100,000 സംശയങ്ങൾ മനസ്സിൽ മിന്നി മറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് കിട്ടി. ആ തങ്ങള് പറഞ്ഞതുമായിട്ട് കൂട്ടി വായിച്ചപ്പോഴാണ് എനിക്കതിന്റെ രഹസ്യം പിടികിട്ടിയത്. നിങ്ങൾ നോക്കൂ, ഈ ദുനിയാവ് മോശമാണോ? ഈ ദുനിയാവ് നല്ലതല്ലേ? എങ്ങനെയാണ് ആലിമീങ്ങളായത്? ആഖിറത്തിൽ നല്ലല്ലോ, നൂലിക്കെട്ടി ഇറക്കിയല്ലോ. ദുനിയാവിൽ നിന്ന് അവർ ആലിമീങ്ങളായത്, സ്വാലിഹീങ്ങളായത് ദുനിയാവ് കൊണ്ടാണ്. ഔലിയാക്കള് വിലായത്തിന്റെ ഉത്തുംഗ പദവിയിൽ എത്തിച്ചേർന്നത് ഈ മാസത്തിന്റെ പ്രത്യേകത മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ നേർച്ചകൾ നടക്കുന്ന മാസമാണ്. ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്തി അൽ-അജ്മീരി സഞ്ചരി റഹിമഹുല്ലാ, മഹാനായ ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ-ജൈലാനി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അൽ-ബാദിഷ് അൽ-ഇർബദി റളിയല്ലാഹു അൻഹു, മഹാരഥന്മാരായ അഹ്മദുൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, അബുൽ ഹസൻ അൽ-ഷാദുലി അടക്കമുള്ള മഹത്വ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആരിഫീങ്ങളുടെ പട്ടികയിലേക്ക് എത്തപ്പെട്ടത് ദുനിയാവിലൂടെയല്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഔലിയാക്കളായത് ഈ ദുനിയാവിലാണ്. നഫീസത്തുൽ മിസ്രിയ ആ പദവിയിൽ എത്തിച്ചേരുന്നത്, റാബിഅത്തുൽ അദബിയ ആ പദവിയിൽ എത്തിച്ചേരുന്നത് ഈ ദുനിയാവിലൂടെയാണ്.
മഹാന്മാര് ദുനിയാവിലൂടെയാണ് അവര് മഹാന്മാരായി മാറിയത്. രക്തസാക്ഷികളെന്ന്, ധീരമുജാഹിദുകളെന്ന്, ശുഹദാക്കൾ, മരിച്ചിട്ടും മരിക്കാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിൽ പാറി പറന്ന് നടന്ന് വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ അർശിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിടപ്പെട്ട വിളക്കുമാടത്തിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും സമർപ്പിച്ച ധീരമുജാഹിദുകൾ അവരെ രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചത് ഈ ദുനിയാവിൽ വെച്ചായിരുന്നില്ലേ? സ്വാലിഹീങ്ങൾ സാലിഹീങ്ങളായ ദുനിയാവിൽ വെച്ച, ആലിമീങ്ങൾ ആലിമീങ്ങളായ ദുനിയാവിലൂടെയാ, ഔലിയാക്കൾ ഔലിയാക്കളായ ദുനിയാവിലൂടെയാ, ഉലമാക്കൾ ഉലമാക്കളായത് ദുനിയാവിലൂടെയാ. ദുനിയാവ് നല്ലതാണ്, അത് ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിച്ചാൽ ദുനിയാവ് പോലെ രസമുള്ള വേറൊന്നുമില്ല. അല്ലാതെ ചില ആളുകൾ പറയും പോലെ ദുനിയാവ് പറ്റ മോശമാണ്, അതിനങ്ങ് ഒഴിവാക്കണം എന്നുള്ളതല്ല. ദുനിയാവ് സമ്പാദിക്കാനുള്ളതാണ്. നമ്മുടെ ഗോഡൗണില് നെല്ല് വരണമെങ്കിൽ നമ്മൾ കൃഷിയിടത്തിൽ നല്ല പണിയെടുക്കണം. അത് പണിയെടുക്കാതെ എനിക്ക് ഈ കൃഷിയിടമല്ല പ്രധാനം, എനിക്ക് എന്റെ പിന്നെ നെല്ല് സൂക്ഷിക്കുന്ന ഗോഡൗൺ എന്താണ് പറയുന്നത്, ഗോഡൗൺ അല്ല നെല്ലറ, അതാണ് എനിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വർഷത്തിന്റെ അവസാനം അതിനകത്ത് കയറി വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ. നീ എന്ത് വേണം? ആദ്യം സ്നേഹിക്കേണ്ടത് നിന്റെ കൃഷിയിടത്തെയാണ്. വേണ്ട നിലയിൽ വെള്ളം തെളിക്കണം, വേണ്ട നിലയിൽ വിത്ത് വിതയ്ക്കണം, എന്നിട്ട് അതിന്റെ കള പറിക്കണം, എന്നിട്ട് അതിന് തടമിടിക്കണം, എന്നിട്ട് നീ അതിന് വേണ്ട വളം ചെയ്യണം, എന്നിട്ട് നീ നന്നായിട്ട് പരിപോഷിപ്പിക്കണം, എന്നിട്ട് നീ അതിനെ കൊയ്തെടുക്കണം. എന്നാലേ നിന്റെ നെല്ലറയിൽ നെല്ല് വരൂ. ആഖിറമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കയറി കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുക. ജോലിക്ക് വിളിച്ചാൽ പറയും എനിക്ക് ആഖിറം മതി എന്ന് പറഞ്ഞാൽ അവൻ എത്രയും പെട്ടെന്ന് ഊളംപാറ കൊണ്ടുപോകണം. അവന് ഭ്രാന്തോ വല്ലതുമാണ്. അല്ലെങ്കിൽ നല്ല മടല് വെച്ചിട്ട് നന്നായിട്ട് അടിയങ്ങൾ അടിച്ചു കൊടുക്കണം. ഈ ദുനിയാവ് വേണ്ടാന്ന് പറയുന്നവനെ കയ്യും കാലും കെട്ടിയിട്ട് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ദുനിയാവ് വേണം സഹോദരങ്ങളെ. ഈ ദുനിയാവിലൂടെയാണ് നമുക്ക് ആഖിറത്തെ കരകതമാക്കാൻ കഴിയുക. അല്ലാതെ ദുനിയാവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കയറി കിടന്നുറങ്ങിയാൽ ആഖിറത്ത് എങ്ങനെയാ വിജയം കഴിക്കാൻ നമുക്ക് കഴിയുക? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ദുനിയാവ് നന്മയാണ്, നല്ലതാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ചില ആളുകൾ ഖബറിനെ പറ്റി പറയുന്നത് ഖബർ എന്ത് ഭീകരമാണ്, ഖബർ എന്ത് ഭീകരമാണ്, മരിക്കാൻ തന്നെ പലരും പേടിയതാണ്. ഖബർ എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചു വെച്ചിരിക്കുക. ഖബർ പോലെ സുഖമുള്ള വേറെ ഒന്നില്ല, അല്ലേ? അതിനിവിടെ അമലെടുക്കണം, അമല് ചെയ്യണം, പണിയെടുക്കണം. ഖബറിൽ വാപ്പാടെ ശല്യമില്ല, ഉമ്മാടെ ശല്യമില്ല, കെട്ടിയോന്റെ ശല്യമില്ല, മക്കളുടെ ശല്യം. സ്വർഗത്തിന്റെ ജാലകം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതിനപ്പുറം സന്തോഷം ഏതാണ്? ഖബർ പോലെ സുഖം വേറെ ഒന്നുമില്ല. അതിന് പണിയെടുക്കണം, അതിന് നമ്മൾ പണിയെടുക്കണം. അതുകൊണ്ട് പ്രിയാവ് നമുക്ക് വേണം. അതുകൊണ്ട് ഈ ദുനിയാവ് മുഴുവനും ഹസനത്തായി മാറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ദുനിയാവെന്ന് പറയുന്നത് അതിന് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ മതി. ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ഒരിക്കലും മഹാനായ ഒരു പണ്ഡിതനും മസ്ജിദുൽ ഹറമിനകത്താണ് ഒരു വലിയ ധനാഢ്യനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ആലിമാണ്, സൂഫിയാണ്, ആരിഫാണ്. ആ മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചോദിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ധനാഢ്യനാണ്, നല്ല ധർമ്മിട്ടരുമാണ്. അയാൾ പറഞ്ഞു, എന്തെങ്കിലും വേണോ? ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ആലിമായ സൂഫിയായ വറഅള്ള ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പണ്ഡിതൻ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹി ഇന്നി ലഅസ്തഹി അൻ അസ്അലക വഅന ഫീ ബൈത്തില്ലാ. സഹോദര, സമ്പന്നനായ സഹോദര, ഞാൻ അള്ളാന്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. ഒരാളെ വീട്ടിൽ നിന്നുകൊണ്ട് അയാളോടല്ലാതെ എന്തെങ്കിലും ചോദിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് പടച്ചവന്റെ വീട്ടിൽ നിന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് നിങ്ങളെ ഒന്നും വേണ്ട, എനിക്ക് തരാൻ ഈ വീടിന്റെ ഉടമസ്ഥനായ അള്ളാന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് വലിയ വിഷമായി പോയി, ഒന്നും സ്വീകരിക്കുന്നില്ലല്ലോ. ചിലർ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാ ഒരു മുസല്ല ഇടണം, 1.5 ലക്ഷം രൂപയാവും, അല്ലേ? ഈ ടൈല് കാര്യങ്ങളൊക്കെ ഇടുമ്പോ, ടൈലൊക്കെ ആവുമ്പോൾ റമളാനിലൊക്കെ ഇരിക്കാൻ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ ടൈലിട്ട് എന്തിനാന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങളെ വീട്ടിൽ ടൈലിട്ട് എന്തിനാ? ഇപ്പോഴും അതിനകത്ത് ചെരിപ്പിട്ടല്ലേ നടക്കുന്നത്. കാരണം എന്താ? എല്ലാവരും പറയും, കോച്ചി പിടിക്കുന്ന വേദന, തളർച്ച. വീട്ടിലെന്തോ ആവും, പള്ളിയിലൊന്നും വേണ്ട. നിങ്ങൾക്കല്ല, പൊതുവെയുള്ള കാര്യം പറഞ്ഞു.
അപ്പൊ രാത്രിയൊക്കെ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ റമദാനിലെ മാസത്തിലൊക്കെ ഒന്ന് എഴുത്തിക്കാതിരിക്കണമെങ്കിലും അല്ലെങ്കിൽ ജുമയ്ക്ക് വരണമെങ്കിലും ഒക്കെ ആകെ ഈ ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ, അതൊക്കെ വളരെ അവർക്ക് അവരുടെ അവയവങ്ങൾക്കൊക്കെ സാരമായ വേദനകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല എല്ലാ പള്ളികളിലും ഉണ്ട്, ഇവിടെ ഞാൻ ഇല്ലാത്തതേ ഉള്ളൂ അല്ലെ. നല്ല മനോഹരമായ ഒരു മുസല്ല, ഒരു നല്ല അടിപൊളി മുസല്ലൊക്കെ പള്ളിക്കകത്ത് വേണം. എന്നിട്ട് നല്ല ബഹൂറൊക്കെ പോകണം, നല്ല പുകയൊക്കെ അങ്ങോട്ട് ഇടണം, നല്ല പുകയൊക്കെ അങ്ങോട്ട് ഇടണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ഒരു മുസല്ലയുടെ ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാരും കൂടെ ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് വേണ്ടത് ഒരു എന്താണ് 100 അല്ലെ 100 മുസല്ല, 100 മുസല്ല. ഒരു മുസല്ലയ്ക്ക് 1500 രൂപ. അത് ഒരെണ്ണം ആരും ഏക്കരുത്, കാരണം എങ്ങനെ ആക്കിയാലും കൊച്ചുകുട്ടികളെ കൂടെ ഏൽപ്പിച്ചാലേ നമുക്ക് എന്തെങ്കിലും തികയുള്ളൂ, അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10 മുസല്ല ഞാൻ അതിൽ നിസ്കരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് അതിന് കൂലിയുണ്ട്. ഞാൻ പിരിവ് തുടങ്ങിയതല്ല, ഞാൻ പറഞ്ഞ എന്തിനാണ്, ചില ആളുകൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമാണ്. ചിലപ്പോൾ ഒരാളെ തന്നെ പറയും, ഉസ്താദേ 1.5 ലക്ഷം രൂപയുള്ളൂ, എന്തിനാ അവിടെ പിരിക്കുന്നത്, ഞാൻ തന്നേക്കാന്ന് പറയും. ഗൾഫുകാർ കൂടുതലുള്ള സ്ഥലമല്ലേ അല്ലേ, റബ്ബറുള്ള സ്ഥലമല്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ ധനാഢ്യന്മാർക്ക് ചില വിഷമം ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഉസ്താദ് പിരിക്കരുത്, ഞാൻ അത് കൊടുത്തോളാം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാനിപ്പോ വയനാട് പ്രസംഗത്തിന് പോയി, തോട്ടം തൊഴിലാളികളാണ്. മാനന്തവാടിക്കടുത്ത് തേറ്റമല എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ ഈ പ്രസംഗം തന്നെ അവരെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ തേറ്റമല എന്ന് പറയുന്ന മാനന്തവാടിയിലെ ആ സ്ഥലത്ത് തോട്ടം തൊഴിലാളികളാണ്. ആകെ 100 കുടുംബം മാത്രം, 80 കുടുംബമുള്ള ഒരു മഹല്ലാണ്. 80 കുടുംബേ ഉള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ അള്ളാഹു, ഞാൻ കുവൈറ്റിലാണോ അല്ല റാസൽ ഖൈമയിലാണോ എന്ന് സംശയിച്ചു പോയി. പള്ളിയുടെ മനോഹാരിത കണ്ടിട്ട്, പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടി വെച്ചത്. ആ പള്ളി കാസർഗോഡ് ജില്ലക്കാരനായ ചെറുക്കള സ്വദേശിയായ ഒരു ഹാജിയാര് 85 ലക്ഷം രൂപ കൊടുത്തിട്ട് പള്ളി വെച്ചു കൊടുത്തു. ആ ജില്ലക്കാരൻ പോലും അല്ല, 85 ലക്ഷം രൂപ കൊടുത്തിട്ട് പള്ളി വെച്ചു. പിന്നെ കമ്മിറ്റിക്കാരുടെ നാട്ടുകാരുടെ ആഗ്രഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കിയും കയറ്റിയൊക്കെ ചെയ്തപ്പോൾ 1,20 ലക്ഷം രൂപയായി. അപ്പൊ ഈ 1,20 ലക്ഷം രൂപയിൽ ബാക്കി 15ഉം ഈ 20 35 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അതില് 32 ലക്ഷം രൂപയും അവിടുത്തെ തോട്ടം തൊഴിലാളികൾ കൊടുത്തു, പാവങ്ങൾ. പിന്നെ ആകെ ഉള്ളത് ആദ്യമായിട്ട് ഒരു 5 മുസല്ല ഞാൻ ചോദിക്കാം, എല്ലാ കുഴപ്പമില്ല, പറഞ്ഞോളെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ കഴിയുന്നവരൊക്കെ ഇതില് ഭാഗവാക്കാകണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ റമളാൻ 1 നമുക്ക് അതിനകത്ത് ഭംഗിയായിട്ട് നമുക്ക് നമസ്കരിക്കണം. റമളാൻ 1 ഇൻഷാ അല്ലാഹ് റമളാന്റെ തറാവീഹ് നിസ്കാരവും ബാക്കിയുള്ള എഴുത്തിക്കാഫും ഒക്കെ നല്ല മുസല്ലയിൽ നമുക്ക് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന് ആരൊക്കെ തയ്യാറുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചേക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ ഉടനെ ചോദിക്കാം, അപ്പോൾ തന്നാൽ മതി. 5 ഉദ്ഘാടനം ചെയ്തിട്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബാക്കി 3 ലക്ഷം രൂപ ആ സദസ്സിൽ നല്ല ആൾക്കൂട്ടമുണ്ട്. എന്നോട് കയറുമ്പോഴേ പറഞ്ഞു, ഉസ്താദേ കിട്ടാൻ പാടാ, കാരണം തോട്ടം തൊഴിലാളികളാ, തേയില നുള്ളാൻ പോകുന്നവരാ, ഏലം കൃഷി ചെയ്യുന്നവരാ, അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോ. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ബാക്കി വന്ന പൈസ മുഴുവനും 32 ലക്ഷം രൂപയോളം അവര് തന്നതാ. ഇനി ഒരു 3 ലക്ഷം രൂപയുടെ ബാലൻസ് ഉണ്ട്. അവരുടെ ഒരു കായലിലൂടെ യാത്ര ചെയ്യുകയാണ്. സഹോദരങ്ങളെ, തോണിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രക്കാരോട് ആ ചുങ്കക്കാരൻ വിളിച്ചു പറഞ്ഞു, ആ യാത്ര ചെയ്യുന്ന തോണിയിലെ തോണിക്കാരൻ വിളിച്ചു പറഞ്ഞു, കരയിലേക്ക് എത്തിയപ്പോ പറഞ്ഞു, ഒരാളും എഴുന്നേക്കരുത്, ആരും എഴുന്നേക്കരുത്. എന്തുകൊണ്ടെന്നറിയോ? ആരും ഇവിടെ എഴുന്നേക്കരുത്. എന്താണ്? എല്ലാവരുടെയും ലഗേജ് എനിക്ക് പരിശോധിക്കണം, എനിക്ക് ലഗേജ് പരിശോധിക്കണം, ആരും എണീക്കരുത്. ചുങ്കക്കാരന്റെ വാക്കാണ്, ഈ തോണിക്കാരന്റെ വാക്കാണ്. ഒരാൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കരുത്, എല്ലാവരുടെയും ലഗേജ് എനിക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റ് ഒരൊറ്റ ചാട്ടം വെള്ളത്തിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു. ആളുകളെ പിന്നാലെ ഓടി മാലിക് ബിൻ ദീനാറിനെ വളഞ്ഞിട്ട് പിടിച്ചു. ചോദിച്ചു, എന്തേ നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ? ലഗേജ് പരിശോധിക്കണമെന്ന് പറഞ്ഞത് കേട്ടില്ലേ?
മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുന്നു, ലഗേജ് ഉണ്ടെങ്കിലല്ലേ പരിശോധിക്കേണ്ടതുള്ളൂ, എന്റെ കയ്യിൽ ലഗേജ് ഇല്ല, പിന്നെ ഞാൻ എന്തിനാണ് അവിടെ ഇരിക്കേണ്ടത്? ആളുകൾ പിടിവിട്ടു, അദ്ദേഹം നടന്നുപോയി, ആളുകൾ തിരികെ വന്നു. ആ മടങ്ങി പോകുമ്പോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? പടച്ച റബ്ബേ, ഈ ദുനിയാവിലെ ചുങ്കക്കാരന്റെ കയ്യിൽ നിന്ന് ലഗേജ് ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് രക്ഷപ്പെടാ കഴിഞ്ഞല്ലോ അല്ലാ, അതുപോലെ ആഖിറത്തിൽ എനിക്ക് രക്ഷപ്പെടാ പടച്ചവനെ, എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എനിക്ക് ആഖിറത്തിൽ നീ തരേണ്ട തൗഫീഖ് എന്താണ്? ഈ ദുനിയാവില് ലഗേജൊന്നും കയ്യിലില്ലാത്തതിന്റെ പേരിൽ പെട്ടെന്ന് പോകാൻ പറ്റിയതുപോലെ ആഖിറത്തിലും എനിക്ക് വേഗം പോകാം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. കാരണം എന്തെന്നറിയോ? ശാന്തി നഗറുകാരാ, ഇവിടത്തെ പാവപ്പെട്ടവന്റെ കണക്കറിയോ? ഇവിടത്തെ സമ്പന്നന്റെ കണക്കറിയോ? ഒരു നാട്ടിൽ സാലിഹീങ്ങളായ പാവങ്ങളും പണക്കാരും ഉണ്ടെന്ന് വെച്ചോ, എന്നാൽ ശാന്തി നഗറിലെ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരു സാധുവായ പാവപ്പെട്ടവനാ, ഒരു പണക്കാരന് സൽക്കർമ്മം ചെയ്യുന്നവനാ, ഈ രണ്ടുപേരിൽ ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആരെന്നറിയോ? ഇന്നേ വരെ തമാശയ്ക്ക് വേണ്ടി പോലും കളവ് പറയാത്ത, റിസാലത്തിന്റെ പൊൻചെമ്പക പൂ ചുണ്ടുകൊണ്ട് അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വരാത്ത ലോകത്തിന്റെ ജേതാവ്, മദീനയുടെ നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ്, നമ്മുടെ വികാരമേ വിചാരമേ നബിയു സഖലൈലെ ഇമാമുൽ മുജ്തബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാവപ്പെട്ടവന് സ്വർഗ്ഗത്തിൽ പോയി 4 പതിറ്റാണ്ട് കഴിഞ്ഞ്, അഥവാ 40 വർഷം കഴിഞ്ഞ് ആ നാട്ടിലെ പണക്കാര സ്വർഗ്ഗത്തിൽ പോകൂ. എന്തുകൊണ്ടെന്നറിയോ? ഇവിടത്തെ ശാന്തി നഗറിലെ ഒരു സംഘ കേൾക്കുമ്പോൾ, പറവക്കൂട്ടങ്ങൾ കൂടുകളിലേക്ക് ചേക്കേറുമ്പോൾ, ഈ ശാന്തി നഗർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണെന്ന് വെച്ചോ, അവൻ ആർക്കും ഒരു ഉപദ്രവമില്ലാത്തവനാണെന്ന് വെച്ചോ, ആളുകൾ ആരെങ്കിലും കൊടുക്കുന്നത് മാത്രം കഴിക്കുന്ന പാവപ്പെട്ടവനാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാ, കേറി കിടക്കാടം ആരൊക്കെയോ വെച്ചു കൊടുത്ത ഒരു ചൊറ്റക്കൂരയാ, ആരെങ്കിലും കൊടുക്കുന്നത് മാത്രം കഴിക്കാൻ വിരിക്കപ്പെട്ട പാവപ്പെട്ടവനാ. അയാൾ സൽക്കർമ്മം ചെയ്യുന്നവനാണെങ്കിൽ നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് എന്താടാ ഉള്ളത്? അല്ലാഹുവേ, എന്തുണ്ട് നിനക്കറിഞ്ഞൂടെ? ശാന്തി നഗറിൽ 2 സെന്റ് വീടാണ്, 2 സെന്റിൽ ഒരു ചെറിയ വീടാണ്, ആ വീട് നാട്ടുകാര് വെച്ചിരുന്നതാണ്, 2 സെന്റ് ഭൂമി മറ്റാരോ തന്നതാണ്. അല്ലാഹുവേ, എന്റെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ. ഇത് പറയുമ്പോൾ പടച്ചവൻ പറയും, ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പൊയ്ക്കോ, കാരണം നിന്നോട് എന്ത് ചോദിക്കാനാ? അപ്പോഴാണ് ശാന്തി നഗറിൽ ഒരു ധനാഢ്യനായ സൽക്കർമ്മി വരുന്നു. അയാളും ഇങ്ങനെ തന്നെ നിസ്കാരമുണ്ട്, സൽക്കർമ്മമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ വരുമ്പോ അയാളോട് പടച്ചോ ചോദിക്കുന്നു, എന്താ ഉള്ളത്? പടച്ചവനെ, ശാന്തി നഗറിൽ 1 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചുള്ളാളത്തെ കുറച്ച് വസ്തുക്കളുണ്ട്, കൂനമേങ്ങയിൽ കുറച്ച് വസ്തുക്കളുണ്ട്, പനവൂർ ഒരു കടയുണ്ട്, നെടുമങ്ങാട് ഒരു കടയുണ്ട്, വെഞ്ഞാറമൂട്ടിൽ ഒരു കട തുടങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ മരിച്ചത്. ഇതൊക്കെ പറയുമ്പോ അള്ള ചോദിക്കുന്നു, നിനക്ക് അവിടെ നിന്ന് കിട്ടി, അത് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് എവിടെ നിന്ന് സമ്പാദിച്ചതാ? അതിന്റെ മുതലാളിത്ത ബാധ്യത വീഡിയോ, അത് നീ സക്കാത്ത് കൊടുത്ത വീഡിയോ, അതിന്റെ സദഖകൾ കൊടുത്ത വീഡിയോ, ആ സാമ്പത്തികത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നോ? അതിന്റെ എല്ലാ കടമകളും നിർവഹിച്ചോ? ഇങ്ങനെ പടച്ചവൻ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് 40 വർഷം പിന്നിടുമെന്ന് നബിയുൽ സഖലൈൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എപ്പോഴും പാവപ്പെട്ടവനാണ് സ്വർഗ്ഗത്തിൽ ആദ്യം പോവുക. എന്തുകൊണ്ടാണ്? കയ്യിൽ ഒന്നുമില്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അതാണ് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ദുനിയാവിലുള്ളതൊക്കെ ഹസനത്തായാൽ, ഉള്ളതൊക്കെ അല്ലാഹു തന്ന ഹസനത്തായ, അത് നമുക്ക് റബ്ബിനോട് പറയാലോ. പള്ളിയിൽ മുസല്ല വിരിക്കാൻ വേണ്ടി ഞാൻ സഹായിച്ചു റബ്ബേ, പള്ളിക്ക് വേണ്ടി ഞാൻ സഹായിച്ചു തമ്പുരാനെ, പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ സഹായിച്ചു റബ്ബേ, പുരമേഞ്ഞു കൊടുക്കാൻ സഹായിച്ചു റബ്ബേ, ചോര വാർന്നൊലിക്കുന്ന തരത്തില് രോഗത്തിന്റെ കാഠിന്യത
അവസ്ഥയില് എത്രയോ രോഗികൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു തമ്പുരാനെ. ഇതെല്ലാം പടച്ചവനോട് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ സമ്പത്ത് ഹസനത്തായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. 13 പേര് റസൂലുള്ളാഹിനെ കാണാൻ വരികയാ. യമനികളാണ്. അവര് 13 പേരുണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നു. 12 പേരും റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് അച്ചടക്കത്തോടെ ഇരുന്നു. കുറെ അറിവുകൾ ശേഖരിച്ചു, കുറെ ഹദീസുകൾ ശേഖരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പോകാൻ നേരത്ത് അവർക്ക് നല്ല ഒരു സമ്മാനവും കൊടുത്തു. ആ സമ്മാനം വാങ്ങി പോകാൻ എഴുന്നേൽക്കുമ്പോ തിരുനബി തങ്ങൾ അവരോട് ചോദിച്ചു, ഇനി ആർക്കെങ്കിലും എന്റെ സമ്മാനം കിട്ടാറുണ്ടോ? അതിൽ ഒരാൾ പറഞ്ഞു, 13-ാമനായ ഒരു കൊച്ചുകുട്ടി ഞങ്ങളുടെ വാഹനങ്ങളുടെ കാവൽക്കാരനായി നിൽക്കുകയാണ്. ഞങ്ങളുടെ വാഹനത്തിന്റെ കാവൽക്കാര് അതിനെ കെട്ടിയിട്ടിരിക്കുമ്പോൾ തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും കുതിരയും ഒട്ടകങ്ങളുമാണല്ലോ അന്നത്തെ വാഹനങ്ങള്. ആ വാഹനത്തിന്റെ കാവൽക്കാരനായ ഒരു കൊച്ചുകുട്ടി അവിടെ നിൽപ്പുണ്ട്. അവന് കിട്ടിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിളിക്കുമോ മോനെ? ആ പ്രിയപ്പെട്ട പൊന്നുമോൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബേ, അവിടത്ത് ചോദിച്ചാൽ എന്തും കൊടുക്കുമല്ലോ. എന്റെ കൂടെ വന്ന 12 പേർക്ക് സമ്മാനം കൊടുത്തല്ലോ. ഞാൻ ചോദിച്ചാൽ എനിക്ക് തരുവോ നബിയേ? ചോദിക്കുമോനെ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് അവര് ചോദിച്ചതോ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തതോ അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് 3 കാര്യമാ വേണ്ടത്. ഒന്ന് അൽ മഗ്ഫിറ, എന്റെ ജീവിതത്തിൽ ഒരു പാപവും പൊറുക്കപ്പെടാത്ത അവസ്ഥ വരരുത് നബിയേ. രണ്ടാമത്തേത് അൽ മർഹമ, എനിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ അനുസ്യൂതമായി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. മൂന്നാമത്തേത് ഗിനൽ ഖൽബി, എന്റെ മനസ്സിനാണ് സമ്പന്നത വേണ്ടത്. എന്റെ മനസ്സിനാണ് ഐശ്വര്യം വേണ്ടത്. എനിക്ക് സമ്പത്ത് കുറവാകാം, പക്ഷേ എന്റെ മനസ്സിനകത്ത് ഏത് സമയത്തും സമ്പന്നമാകണം അല്ലാഹുവിന്റെ ഹബീബേ. ഇത് 3നും വേണ്ടി ദുആരക്കുവോ? ഇത് 3നും റസൂലുള്ള ദുആ ചെയ്തു. എന്നിട്ട് അവർക്ക് കൊടുത്ത അതേ സമ്മാനം ഈ മോനും കൊടുത്തു. അവർ യമനിലേക്ക് യാത്ര തിരിച്ചു. 10ാമത്തെ വർഷം ഹിജറ 10ാമത്തെ വർഷത്തില് സഹോദരങ്ങളെ അറിയുമല്ലോ, അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്ന സമയമാണത്. ആ സമയത്ത് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ആ ഹിജറ 10ാമത്തെ വർഷം ആ സംഘത്തെ വീണ്ടും റസൂലുള്ള കാണുകയാണ്. ആ സമയത്ത് 12 പേരോട് ചോദിച്ചു, മോൻ എവിടെയാണുള്ളതെന്ന്. ആ സമയത്ത് അവര് പറഞ്ഞു, അവന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ് റസൂലേ. എന്ത് കൊടുത്താലും അവന് വാങ്ങൂല. അവൻ പറയും, എനിക്ക് ദുനിയാവും ആഖിറവും വേണമെന്ന്. ദുനിയാവും ആഖിറവും വേണമെന്ന് അവന് പറയും. പക്ഷേ ദുനിയാവ് എന്തെങ്കിലും കൊടുത്താൽ അവന് വാങ്ങൂല റസൂലേ. ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുവേ നീ അവനെ മൊത്തത്തിൽ മരിപ്പിക്കണേ അല്ലാ. അവനെ നീ മൊത്തത്തിൽ മരിപ്പിക്കണേ അല്ലോ. അവനെ നീ ഒന്നായി മരിപ്പിക്കണേ റബ്ബേ. ഇത് കേട്ടപ്പോൾ അവർ ചോദിച്ചു, നബിയെ, അല്ലാതെ പിന്നെ ആരെങ്കിലും പെട്ടെന്നല്ലാത്തതായാലും മരിക്കുവോ? ഒന്നായിട്ടല്ലാതെ ആരെങ്കിലും മരിക്കാറുണ്ടോ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ചില ആളുകള് അവരുടെ മോഹങ്ങൾ ചിന്നിച്ചിതറി മരിക്കാറുണ്ടല്ലോ. അവർ ചില ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയിട്ട് മരിക്കാറുണ്ടല്ലോ. അവർ ചില ആഗ്രഹങ്ങള് അത് പൂവണിയാതെ മരിക്കുമല്ലോ. അങ്ങനെ മരിക്കുമ്പോ അവന് കിടക്കുന്നത് പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനടിയിലാണ്. അവന്റെ സ്വപ്നം എവിടെയാണ്? അവന്റെ മോഹം എവിടെയാണ്? അവന്റെ ലക്ഷ്യം എവിടെയാണ്? അവന്റെ സങ്കല്പം എവിടെയാണ്? അതെല്ലാം ചിന്നിച്ചിതറി കിടക്കുകയല്ലേ. മോളെ കെട്ടിക്കാൻ നിശ്ചയിച്ചിരുന്ന വാപ്പ മരിച്ചിട്ടില്ലേ? പൊന്നുമോന് വിദേശത്ത് നിന്ന് വരുന്നതറിഞ്ഞിട്ട് സന്തോഷത്തോടെ കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനിറങ്ങുമ്പോൾ വാപ്പ മരിച്ചിട്ടില്ലേ? കല്യാണത്തിന്റെ പുതുമോടിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുതുവസ്ത്രം എടുക്കാൻ പോയ പുതുമാരന് കാസർഗോഡ് ജില്ലയിലെ നാഷണൽ ഹൈവേയിൽ തുണിയെടുത്ത് തിരിച്ചു വരുമ്പോൾ നാളെ വിവാഹമാണ്. പക്ഷേ പടച്ചതമ്പുരാന്റെ വിധി മറ്റൊന്നാണ്. NH-47 അവനെ പെടഞ്ഞു മരിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇങ്ങനെ മരിക്കുന്ന ആളുകളുടെ മോഹം എവിടെയാ, അവരുടെ സങ്കല്പം എവിടെയാ, അവരുടെ ലക്ഷ്യവും അവരുടെ സ്വപ്നവും എവിടെയാ, അതെല്ലാം ചിന്നിച്ചിതറി കിടക്കുകയാണ്. അങ്ങനെ യവനെ മരിപ്പിക്കല്ലേ അല്ലാ, ഒന്നായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ ചില വൃദ്ധന്മാര് മരിക്കുന്നത് കണ്ടിട്ടില്ലേ? മക്കളെ കെട്ടിച്ചു, മക്കളുടെ മക്കളെ കെട്ടിച്ചു, ആ മക്കളെ കണ്ടു കൊരുതീർന്നു, പേരമക്കളെ കണ്ടു, അവരെ താലോലിച്ചു, അവരെ സന്തോഷിപ്പിച്ചു, അവരെ കരുപ്പിച്ചു, അവരെ ചിരിപ്പിച്ചു, എല്ലാവർക്കും കൊടുക്കാളത് കൊടുത്തു. പിന്നെ പള്ളിയിൽ വന്ന് കുറെ ഇബാദത്തെടുത്തു. ഇപ്പൊ വീട്ടിലാണ്, പള്ളിയിലൊന്നും വരാൻ വയ്യ. ആ ഒരു അവസ്ഥയിൽ കടപ്പാടുകളും കടമകളും ബാധ്യതകളും ഹക്കുകളൊക്കെ തീർത്തിട്ട് അവസാനം മക്കളുടെയും മരുമക്കളുടെയും പേരമക്കളുടെയും മധ്യേ അവര് കൊടുക്കുന്ന വെള്ളം കുടിച്ച്, അവര് ചൊല്ലിക്കൊടുക്കുന്ന കലിമ ഏറ്റുപറഞ്ഞ് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പറന്നുയരുന്ന പിതാക്കന്മാരെ കണ്ടിട്ടില്ലേ? അവരുടെ മോഹങ്ങൾ ചിന്നിച്ചിതറുന്നില്ല, അവരുടെ സ്വപ്നങ്ങൾ ചിന്നിച്ചിതറുന്നില്ല. അവര് മരിക്കുമ്പോ ഒന്നായിട്ടങ്ങ് മരിക്കുകയല്ലേ? അങ്ങനെ ഈ കുഞ്ഞിനെ മരിപ്പിക്കണേ അല്ലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയ, ആ മകൻ ഒരുപാട് നാള് ജീവിച്ചിരുന്നു, എന്നിട്ട് ഏറ്റവും നല്ല നിലയിൽ മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ സഹോദരങ്ങളെ, ദുനിയാവും ആഖിറവും നമുക്ക് അനിവാര്യമാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഏത് ദുആയിലും നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സമയക്കുറവ് മൂലം ദുആ ചുരുക്കുമെങ്കിൽ ഇത് മാത്രമായി ചുരുക്കാൻ നമുക്ക് കഴിയണം. ഏത് ദുആയ? മുത്ത് ഹബീബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദുആയ. ഖുർആനിലെ 4 സ്ഥലങ്ങളിലാണ് റബ്ബന ആതിന എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നമുക്ക് വേണ്ട ദുനിയാവിനെ പറ്റി മാത്രമാണ്. പിന്നെയുള്ള 3-ൽ രണ്ടാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതായിരിക്കണം നമ്മുടെ ദുആ. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.